ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ വന്നൊരു പുതിയൊരു അപ്ഡേറ്റ് ആണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു അപ്ഡേറ്റ് ആണ്. യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് വീഡിയോ ട്രാൻസ്ലേറ്റ്, അതായത് ഡബ്ബിംഗ് ആണ്. നമ്മൾ ഏത് ലാംഗ്വേജിൽ നമ്മൾ സംസാരിച്ചാലും അത് നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിലേക്ക് അത് യൂട്യൂബ് തന്നെ ഡബ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്ഡേറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ള, സെറ്റിങ്സ് എങ്ങനെ ചെയ്യാമെന്നുള്ള നമുക്ക് ജസ്റ്റ് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോ, അതായത് നിങ്ങൾ കമ്പ്യൂട്ടറിലാണെങ്കിലും നിങ്ങൾ മൊബൈലിലാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെറ്റിങ്സ് എടുക്കാൻ പറ്റും. ഞാൻ ഈ സെറ്റിങ്സ് കമ്പ്യൂട്ടറിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രൊഫൈലിൽ പോയതിന് ശേഷം മാനേജ് വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം താഴെ ഭാഗത്ത്. അപ്പോൾ വൈറ്റ് സ്റ്റുഡിയോയിലും ഇതേപോലെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സെറ്റിങ്സിൽ പോവുക. ഫസ്റ്റായിട്ട് നമ്മളെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് കാണാൻ പറ്റും താഴെ ഒരു സെറ്റിങ്സ് എന്നുള്ള ഭാഗം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ജനറൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതേപോലെ ചാനൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ പോകേണ്ടത് അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പോവുക. മൂന്നാമത്തായിട്ടുള്ള ഓപ്ഷൻ അപ്ലോഡ് ഡിഫോൾട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ അപ്ലോഡ് ഡിഫോൾട്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചെറിയ ഇങ്ങനെ പോലത്തെ ഒരു ഇൻ്റർഫേസ് വരുന്നുണ്ടാകുക. അവിടെ നമ്മൾ ബേസിക് ഇൻഫോ എന്നുള്ള ഭാഗം കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ബേസിക് ഇൻഫോയിൽ തന്നെ പോയിട്ട് അഡ്വാൻസ് സെറ്റിങ്സ് എന്ന ഭാഗം, ആ ഭാഗത്തേക്ക് പോവുക. നേരെ താഴോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എനേബിൾ, അതായത് ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് എനേബിൾ എന്നുള്ള ഭാഗം കാണാം. അപ്പോൾ നമ്മളവിടെ എനേബിൾ ചെയ്ത് കൊടുക്കണം. എനേബിൾ ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അലോ ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് എന്നുള്ള ഭാഗം, അത് ഓൾറെഡി ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റിന്യൂ ഉള്ള ഭാഗത്ത് ഓൾ ലാംഗ്വേജ് എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, റിന്യൂ ഡബ്സ് ഇൻ ഓൾ ലാംഗ്വേജ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ബേസിക് എന്നുള്ള ഭാഗത്ത് കൊടുക്കുക. ഓക്കെ, ബേസിക് എന്നുള്ള കൊടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് നേരെ നിങ്ങൾ അതിൽ സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ ചെയ്യേണ്ട സെറ്റിങ്സ്. വളരെ സിമ്പിളായുള്ള സെറ്റിങ്സ് ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ വീഡിയോയിൽ കാണുന്ന ആൾക്കാർ, നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് അവിടെ ലാംഗ്വേജ് മാറ്റാൻ പറ്റും. പുതിയൊരു അപ്ഡേഷനാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഇതിലേക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് വരുന്നവരെ ബൈ ബൈ.